കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മരിച്ചവരുടെ കുടുംബങ്ങൾ. അത്യാഹിത വിഭാഗത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ 5 പേരാണ് മരിച്ചത്. ആശുപത്രിയിൽ എമർജൻസി എക്സിറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് വയനാട് സ്വദേശി നസീറയുടെ കുടുംബം ആരോപിച്ചു. ഓക്സിജൻ ലഭിക്കാത്തതാണ് മരണകാരണമെന്ന് മരിച്ച രാജീവിന്റെ ബന്ധുവും പറഞ്ഞു. സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ആശുപത്രി സന്ദർശിക്കും. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ്. ആരോഗ്യവകുപ്പിന് മറുപടി പറയേണ്ടി വരും. അത്തരം ആരോപണങ്ങളുമായിട്ടാണ് ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളുടെ രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞതിന് വിഭിന്നമായിട്ട് തങ്ങൾക്ക് പരാതിയുണ്ട് എന്ന ആ കാര്യം ഉയർത്തിക്കൊണ്ടാണ് ബന്ധുക്കളൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. വയനാട് സ്വദേശിനിയായിട്ടുള്ള നസീറയുടെ കുടുംബങ്ങൾ പറഞ്ഞത് മെഡിക്കൽ സപ്പോർട്ട് ലഭിച്ചില്ല, മെഡിക്കൽ സപ്പോർട്ട് ലഭിക്കാത്തതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നാണ്. മാത്രമല്ല ഒരു എമർജൻസി എക്സിറ്റ് ഇത്തരം ഒരു സംഭവം നടക്കുന്ന സമയത്ത് ആശുപത്രിക്ക് നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. വാതിലുകൾ ചവിട്ടിപ്പൊളിച്ചിട്ടൊക്കെ ആയിരുന്നു പുറത്തേക്ക് വന്നത്. സ്റ്റെപ്പുകളിൽ പോലും വീൽ ചെയർ ഉപയോഗിച്ച് ഇറക്കിക്കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സം സൃഷ്ടിച്ചു. മാത്രമല്ല ഒരു 15 മിനിറ്റോളം സമയം ഈ തീ പിടിച്ച അല്ലെങ്കിൽ പുകയുയർന്നിട്ടുള്ള ആ ബ്ലോക്കിൽ നിന്നും ഈ നസീർ ഉൾപ്പെടെയുള്ള ആളുകളെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിച്ച് ആംബുലൻസിന് വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇത് മരണത്തിലേക്ക് എത്താൻ കാരണമായി എന്നാണ് പറയുന്നത്. അതായത് ആ കാഷ്വാലിറ്റിയിൽ നിന്ന് താൽക്കാലികമായ കാഷ്വാലിറ്റിയിലേക്ക് എത്തിച്ച സമയത്ത് നസീറയുടെ പൾസ് ഉൾപ്പെടെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനു മുമ്പ് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഘട്ടത്തിലായിരുന്നു നസീർ ഉണ്ടായിരുന്നത്. ആ ജ്യൂസ് ഉൾപ്പെടെയുള്ളവ കഴിച്ചു എന്നായിരുന്നു കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള ആരോപണമാണ് ആശുപത്രിക്കെതിരെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ മെഡിക്കൽ ബോർഡ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം മതിയാവില്ല, അതിലും ഉന്നത തലത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യം വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കുവെക്കുന്നു. മറ്റൊരു മരണം കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള ഗംഗാധരൻ്റെതാണ്. ഗംഗാധരന്റെ മരണത്തിലും കുടുംബം ആശുപത്രിക്കെതിരെ ആരോപണവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഓക്സിജൻ സപ്പോർട്ട് ലഭിക്കാതിരുന്നതാണ് ഗംഗാധരന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നു. ഗംഗാധരൻ തങ്ങളോട് സംസാരിച്ചിരുന്നു, മരണപ്പെടുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് പോലും സംസാരിച്ചിരുന്നു, എന്നെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബാംഗങ്ങളുമായി പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഗംഗാധരന്റെ പൾസ് കുറയുകയും ഗംഗാധരൻ മരണത്തിന് കീഴടങ്ങുകയും ചെയ്ത് ഓക്സിജൻ ലഭിക്കാത്തത് മൂലമാണ് മരണത്തിന് കാരണമായത് എന്നാണ് പറയുന്നത്. അതായത് ഐസിയുലായിരുന്നു, ഓക്സിജന്റെ സഹായത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത്, ക്യാൻസർ ആയിരുന്നു. പിന്നീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പുകയേറുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത സമയത്ത് നിമിഷങ്ങളോളം ഓക്സിജൻ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആംബുലൻസ് അങ്ങോട്ടേക്ക് എത്തിയില്ല. ഷിഫ്റ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു കാലതാമസം ഉണ്ടായി. അങ്ങനെ കാലതാമസം ഉണ്ടായ സമയത്ത് മറ്റ് കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ച് ഗംഗാധരൻ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആശുപത്രിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ മെഡിക്കൽ സപ്പോർട്ട് നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നൊരു ആരോപണമാണ് കുടുംബത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ ഗംഗാധരന്റെ കുടുംബത്തിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് പോലീസ് ഒരു കേസെടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ഈ ഉന്നതതല അന്വേഷണത്തിൽ ഈ വിഷയങ്ങളൊക്കെ ഇതിന്റെ പരിധിയിൽ വരുമെന്നാണ് പറയുന്നത്. മാത്രമല്ല നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സംവിധാനങ്ങൾ, വലിയ ബ്ലോക്കുകളും നിരവധി കെട്ടിടങ്ങളും ഒക്കെ ഉള്ളൊരു സംവിധാനമാണ്. അതിന് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു സംവിധാനം ഈ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്ത് ഇല്ല. ആയിരക്കണക്കിന് രോഗികളും 10,000-കണക്കിന് ആളുകളും ഉൾപ്പെടെ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. നിരവധിയായിട്ടുള്ള സർജറി ഉപകരണങ്ങളും മറ്റും ഉണ്ട്. വലിയ ഏക്കർ കണക്കിന് ഭൂമിയിൽ വ്യാപിച്ചിരിക്കുന്ന മെഡിക്കൽ കോളേജ് പരിസരമാണ്. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു സുരക്ഷാ സംവിധാനം ഇല്ലാത്തത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിന് കാലതാമസം ഉണ്ടാക്കി. വെള്ളിമാട് കുന്ന് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നായിരുന്നു ഫയർ ആൻഡ് സേഫ്റ്റിയുടെ യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ നടത്താൻ സാധിക്കുമായിരുന്ന ഒരു കാരണം ഉയർന്നു വരുന്നുണ്ട്. അതിനോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നുണ്ടായ പുക ഉയരുന്നതിനെ തുടർന്ന് മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയ്ക്ക് നൽകിയിട്ടുള്ള ആളുകളുടെ കാര്യമാണ്. അവർ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. കോഴിക്കോട് തന്നെയുള്ള പ്രമുഖമായിട്ടുള്ള പല സ്വകാര്യ ആശുപത്രികൾ അവർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവരുടെ ചികിത്സാ സംബന്ധിച്ച കാര്യങ്ങൾ, ചികിത്സാ ചിലവ് സംബന്ധിച്ച കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല. ഒരു ഫോൺ കോളിൽ മാത്രം തീരുന്ന കാര്യമാണ്. പല ആളുകളും ബന്ധപ്പെടുന്ന സമയത്ത് സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. സർജറിയുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആശുപത്രി വഹിക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമായിട്ടില്ല. ഭാരിച്ച, നമുക്കറിയാം, സ്വകാര്യ ആശുപത്രിയിലൊക്കെ ചികിത്സയിലേക്ക് പോകുമ്പോൾ ഭാരിച്ച തുക നൽകേണ്ടതായിട്ട് വരും. വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതിലൊന്നും ഒരു തീരുമാനം എടുക്കാൻ ഈ സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ട ശേഷവും ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിനോടൊപ്പം എത്ര ആളുകൾ ഏതൊക്കെ ആശുപത്രിയിൽ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ കണക്കുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല.
അത്തരത്തിൽ ഗുരുതരമായ വീഴ്ച ഈ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ സമയം പിന്നിടുമ്പോഴും ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്തത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. കാരണം ഈ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുടെ ചികിത്സ സൗജന്യമാക്കണം എന്ന കാര്യം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉത്തരവിടാൻ ഒരു ഫോൺ കോളിന്റെ ഒരു പ്രസ്താവനയുടെ ആവശ്യം മാത്രം മതി. ആവശ്യമായ ചികിത്സ നൽകിയാൽ അതിന്റെ കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറയാൻ കാലതാമസം ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റു സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ചികിത്സ സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പണം കെട്ടിവെക്കണമെന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഈ രോഗികളോട് പറഞ്ഞിട്ടുള്ളത്. സാധാരണക്കാരായ ആളുകളാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. അതിനാൽ തന്നെ ഈ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം മുന്നോട്ടേക്ക് വെക്കുന്നു. അതോടൊപ്പം തന്നെ മരണപ്പെട്ട ആളുകളുടെ മരണത്തിൽ ആശുപത്രിയെ പ്രതിക്കൂട്ടി നിർത്തിയിട്ടുള്ള ആരോപണങ്ങൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ പുറത്തു വരുന്നു. ഈ സമയത്ത് ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. വിനോദ്, ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം പൂർത്തിയാവുമെന്നാണ് മനസ്സിലാവുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത്യാഹിത വിഭാഗത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ 5 പേരാണ് മരിച്ചത്. ആശുപത്രിയിൽ എമർജൻസി എക്സിറ്റ് ഉണ്ടായിരുന്നില്ല എന്ന വയനാട് സ്വദേശി നസീറയുടെ കുടുംബം ആരോപിക്കുന്നുമുണ്ട്. ഓക്സിജൻ ലഭിക്കാതെയാണ് മരണമെന്ന് മരിച്ച രാജീവിൻ്റെ ബന്ധുവും പറയുന്നു. എന്തായാലും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിക്കുന്നുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ.